നിർമ്മാണം അനിശ്ചിതത്വത്തിലായ മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിനായി വീണ്ടും ടെൻഡർ വച്ചു. കരാർ കമ്പനി നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയതോടെയാണ് പ്രവൃത്തികൾ നിലച്ചത്. ഇതോടെ പാതിവഴിയിലായ കെട്ടിടവും നിർമ്മാണ സാമഗ്രികളും കാടുപിടിച്ച നിലയിലാണ്. കണ്ണൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ MLA ഇടപെടലിലാണ് സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെ സർക്കാരിൻ്റെ ആശുപത്രി എന്ന ലക്ഷ്യത്തിന് പിന്നിൽ. വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ തലയെടുപ്പോടെ നിൽക്കേണ്ട സർക്കാരിൻ്റെ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണിത്. 2019 ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാണ് ടെൻഡർ നൽകിയത്. ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും നിർദ്ദിഷ്ട പ്രദേശത്തെ മരങ്ങൾ മുറിച്ച് നീക്കുന്നതിന് ലേലം ചെയ്യുന്നതിലെ കാലതാമസവും കോവിഡും മറ്റും കാരണങ്ങളും കൊണ്ട് വൈകി. 2020 മാർച്ചിലാണ് ഭൂമി നിരപ്പാക്കൽ, ട്രയൽ പൈലിംഗ് എന്നിവ ആരംഭിച്ചത്. തുടർന്ന് നിർമ്മാണം ആരംഭിച്ച ശേഷം പലതവണയായി പ്രവൃത്തി വിലയിരുത്തിയ കെ ശൈലജ MLA 2023 പൂർത്തിയാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പദ്ധതി നിർവഹണ ഏജൻസിയായ KSEB ഒരു ഉത്തരേന്ത്യൻ കമ്പനിക്കാണ് കരാർ നൽകിയത്. കരാർ കമ്പനി പലപ്പോഴായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതെ വന്നതോടെ തൊഴിലാളികൾ ജോലി ചെയ്യാതെയായി. 1-2 തവണയല്ല, പലതവണയാണ് കൂലി കിട്ടാതെ പട്ടിണിയിലാകുന്ന തൊഴിലാളികൾ ജോലി ചെയ്യാതെ പ്രതിഷേധിച്ചത്. ആഴ്ചകളോളം ജോലി തടസ്സപ്പെടുമ്പോൾ കെ ശൈലജ MLA ഇടപെട്ട് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കും. ഒടുവിൽ നിർമ്മാണത്തിലെ കാലതാമസവും മറ്റും കാരണം കരാർ ഏറ്റെടുത്ത കമ്പനിയെ നിർവഹണ ഏജൻസിയായ KSEB ഒഴിവാക്കി പകരം പുതിയ ടെൻഡർ വെച്ചു. എന്നാൽ നേരത്തെ കരാർ ഏറ്റെടുത്ത കമ്പനി കോടതിയിൽ പോയതോടെ തുടർ നടപടികൾക്ക് കാലതാമസമുണ്ടായി. ഒടുവിൽ കമ്പനിക്ക് റിസ്ക് കോസ്റ്റ് ഒഴിവാക്കി ഉത്തരവ് വന്നു. കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് സർക്കാർ വീണ്ടും ടെൻഡർ വെച്ചത്. 50 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത്. 2024 ജനുവരിയിലാണ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചത്. ഇതോടെ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയായ കെട്ടിടവും നിർമ്മാണ സാമഗ്രികളും കാട് പിടിച്ചു കിടക്കുകയാണ്. ദിവസം കൊണ്ട് ടെൻഡർ പൊട്ടിക്കും. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി മികച്ച ആതുരാലയം നാടിന് സമർപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ 100 കിടക്കകളുമുള്ള 4 നില കെട്ടിടവുമാണ് ലക്ഷ്യം വെച്ചത്. താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, മുകളിൽ ലാബും OP ബ്ലോക്ക്, എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും. ഇവിടേക്കെത്താൻ താഴെ നിന്ന് ബ്രിഡ്ജ് നിർമ്മിക്കും. താഴെ മോർച്ചറി സൗകര്യവും അടങ്ങിയതാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി. ചെരിഞ്ഞ പ്രദേശമായതിനാൽ ബേസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ആദ്യ ഭാഗത്തിൻ്റെ പ്രവൃത്തി വളരെ ശ്രമകരമായിരുന്നു. ഏറെ പില്ലറുകളും മറ്റും നിർമ്മിച്ചാണ് പ്രവൃത്തികൾ നടത്തിയത്. 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയായി 3-ാം നിലയുടെ നിർമ്മാണം ആരംഭിച്ചതിനിടെയാണ് പൂർണ്ണമായും കെട്ടിട നിർമ്മാണം നിലച്ചത്. ഇനി 2 നിലകൾ കൂടി നിർമ്മിക്കാനുണ്ട്. 35% പ്രവൃത്തികളാണ് പൂർത്തിയായത്. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവറിന് പിറകിലായി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.